70കളും 80കളും 90കളും ജനിച്ച ആളുകളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉടനെ പറയും അമ്മ വെച്ച ഭക്ഷണമാണ്, വീട്ടിൽ വെച്ച ഭക്ഷണമാണ്. ചോറും മീൻകറികളും പച്ചക്കറികളും എന്തിന് വഴിയരികളെ ഇലകൾ പോലും ആ നല്ല ഭക്ഷണത്തിൽ പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ യാത്ര ചെയ്താലും ഇത്തരം ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് തേടി പോകും. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയ ഭക്ഷണം കഴിക്കാൻ കൊതിക്കും. പണ്ട് ഇല്ലായ്മ കൊണ്ടോ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ അറിയാതെ കിട്ടിയ ഭാഗ്യമാണ് നല്ല ഭക്ഷണങ്ങൾ നമ്മളെ നാവിലും തലച്ചോറിലും നമ്മളെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡായി മാറി എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ തലമുറകളോട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചാൽ മിക്കവാറും ആളുകൾ പറയുക ബ്രോസ്റ്റോ, മന്തിയോ, ഹോട്ടൽ ഫുഡോ, ജങ്ക് ഫുഡ്സോ ഏതെങ്കിലും കൊഴുപ്പുള്ള ഭക്ഷണമായിരിക്കും. ശനി ഞായറും മറ്റു ദിവസങ്ങളിലോ നമ്മൾ തന്നെയാണ് നമ്മളെ മക്കൾക്ക് ഇത്തരം ഭക്ഷണം കൊടുത്ത് അവർ മോസ്റ്റ് ഫേവറേറ്റ്സ് ഫുഡ് ഇത്തരം ചീത്ത ഭക്ഷണമായി മാറി. ഇതിലൊരു അപകടം പതിയിരിപ്പുണ്ട്. നമ്മൾ സ്മോക്കിംഗ് പാക്കേഴ്സ് എന്ന് പറയാറുള്ളത് പോലെ കൊളസ്ട്രോളിനെ പറ്റി LDL പാക്കേഴ്സ് എന്നുണ്ട്. അതായത് നമ്മൾ ഇന്ന് കഴിച്ച കൊഴുപ്പല്ല, എത്ര കാലം കഴിക്കുന്ന കൊഴുപ്പ് എന്നുള്ളതാണ് നമ്മൾ രോഗിയാക്കുന്നത്. നമ്മളെ മക്കൾക്ക് 10-12 വയസ്സ് മുതലേ അവർ കഴിക്കുന്ന കൊഴുപ്പുകളൊക്കെ ശരീരത്തിൽ അടിഞ്ഞ് വന്ന് ഒരു 20-30 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും അവർ ഇരകളാക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് മാത്രമല്ല, അവരിവിടുന്ന് അങ്ങോട്ടിനി എന്ന് യാത്ര ചെയ്താലും എത്ര കാലം കഴിഞ്ഞാലും അവരാദ്യം തേടുക ഇത്തരം ജങ്ക് ഫുഡ്സ്, ബാഡ് ഫുഡ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് അവരെ മോസ്റ്റ് ഫേവറേറ്റ്സും നല്ല വീട്ടിലെ ഭക്ഷണമായി തീരുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. വീട്ടിൽ കൊഴുപ്പുള്ള ഭക്ഷണം മെല്ലെ മെല്ലെ കുറച്ചും ഹോട്ടൽ ഫുഡുകൾ പുറത്ത് കഴിക്കുന്ന രീതികളെ ആഴ്ചയിൽ നിന്ന് മാറ്റി മാസത്തിലോ 2 മാസം കൂടുമ്പോൾ കുറച്ച് കൊണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വീട്ടിലെ ഭക്ഷണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അവരോട് ചെയ്യേണ്ട സഹായം.